ഹായ് ഗായ്സ്, ഒരു സ്റ്റെൻസിൽ എങ്ങനെ തയ്യാറാക്കാം എന്നതിനെക്കുറിച്ചുള്ള സിമ്പിൾ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു സ്റ്റെൻസിൽ ഡിസൈൻ ഉണ്ടാക്കാനും അത് പെയിൻറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീടിൻ്റെ ഭിത്തിയിൽ നമുക്ക് ഡിസൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളായി ചെയ്യാവുന്നൊരു ഒരു വീഡിയോ ആണിത്. ഇതെല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ ആർക്കും ചെയ്യാം. ഇതിന് ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സാധാരണ നമുക്കൊരു സ്റ്റെൻസിലിംഗ് കട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു ആർട്ടിസ്റ്റിൻ്റെ സഹായം തേടേണ്ടതായിട്ട് വരാറുണ്ട്. പെയിൻറ്റർമാർക്കൊക്കെ അതേക്കുറിച്ച് നന്നായിട്ട് അറിയാം. അപ്പം അതിൻ്റെ സ്ഥാനത്ത് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ കയ്യിൽ ഒരു പേപ്പറും അതുപോലെ തന്നെ എക്സ്റേയുടെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ കട്ടിയുള്ള ഒരു നല്ല പേപ്പറോ, അതായത് ഒരു സൈഡ് പ്ലാസ്റ്റിക് കോട്ടിങ്ങുള്ള, അതായത് ബുക്കിൻ്റെയൊക്കെ ബൈൻഡ് വരുന്ന പേപ്പർ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഡിസൈൻ്റെ തയ്യാറാക്കുന്ന വിധമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബുക്കിൻ്റെ കവർ പേജാണ്. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് ഒരു ബുക്കിൻ്റെ കവർ പേജാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു സാധാരണ പേപ്പർ എടുക്കുക. സാധാരണ പേപ്പർ എടുത്തിട്ട് നമ്മളതിനെ ആദ്യം രണ്ടായിട്ട് മടക്കുക. അതായത് ഒരേ സൈഡ് വശമുള്ള സ്ക്വയർ ടൈപ്പിലുള്ള പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ സ്ക്വയറായിട്ട് പേപ്പർ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിന് രണ്ടായിട്ട് മടക്കുക. അതിനുശേഷം അതിനെ വീണ്ടും ഒരിക്കൽ കൂടി നാലാക്കുക. അതിനുശേഷം അതിനെ വീണ്ടും കോണോട് കോണ് മടക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻറ്റർ വരുന്ന വിധത്തിൽ അത് കോണോട് കോണ് ഒരിക്കൽ കൂടി മടക്കുക. അതിനുശേഷം നമുക്ക് ഇതിൽ പെൻസിൽ അല്ലെങ്കിൽ പേന ഉപയോഗിച്ചിട്ട് ഒരു ഡിസൈൻ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വരയ്ക്കുക. അപ്പം നമ്മൾ ഇത് പേപ്പർ മടക്കി വെച്ചതിൻ്റെ രീതി എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിങ്ങനെയാണ്. ഉണ്ടോ, നമ്മൾ ആദ്യം രണ്ടായിട്ട് മടക്കി, പിന്നെ തിരിച്ച് മടക്കി, അത് കോണോട് കോണ് മടക്കി. അപ്പോൾ ഇത് ഇത്രയും പ്രാവശ്യം മടക്കിയ ശേഷമാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡിസൈൻ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വീണ്ടും വീണ്ടും നമുക്കിത് മടക്കിയാൽ ആ ഡിസൈനിൻ്റെ ക്രൗഡ് കൂടും. ഇതിപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഒരു പേന എടുത്തിട്ട് നമ്മളതിൽ ഒരു ഡിസൈൻ വരയ്ക്കുക. അതായത് ആ മടക്കിൻ്റെ സെൻറ്റർ ഭാഗം സെൻറ്ററായി വന്നിട്ട് അതിന് സൈഡിലേക്കുള്ള ഭാഗം വേണം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആവശ്യം എന്നുള്ളത് ആ 4 മൂലയിലേക്കുള്ള ഡിസൈൻ, 4 മൂലയാണ് നമ്മളിതിനെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഡിസൈൻ നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മടക്കുന്ന സമയത്തും സ്കെച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ അത് ശ്രദ്ധിക്കണം. അത് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മൾ അതിന് ശേഷം ഒരു കത്രിക എടുത്തിട്ട് നമ്മൾ ആ വരച്ച് വെച്ച ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള ഭാഗം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളവ കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അങ്ങനെ ഇത് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാവുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ നമുക്കിങ്ങനെ ഇഷ്ടമുള്ള ഡിസൈൻസ്, ഏത് ഡിസൈൻസും നമുക്ക് ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു ഡിസൈനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ മാർക്ക് ചെയ്ത് സ്കെച്ച് ചെയ്ത് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ ഡിസൈൻ ഇങ്ങനെ വരും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ നമ്മൾ ആ മടക്കി ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമ്മളിതുപോലെ പേപ്പർ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അടിപൊളി ഡിസൈനായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. കണ്ടോ? അപ്പോൾ ഇത് ഒരെണ്ണം. അതിപ്പോൾ ഒരു സാമ്പിൾ ഞാനിപ്പോൾ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ വേറൊരു പേപ്പർ എടുക്കുന്നു. അതിനുശേഷം അതും ആദ്യമേ നമ്മൾ ആ ഓറഞ്ച് പേപ്പർ എങ്ങനെയാണോ മടക്കുക അതേപോലെ തന്നെ ഈ പേപ്പറും മടക്കുക. സെയിം പ്രൊസീജിയറാണ്, അതിനകത്ത് ഒരു വ്യത്യാസമില്ല. അതേപോലെ മടക്കെല്ലാം മടക്കി, പക്ഷേ അതിനേക്കാളും ഒരു പ്രാവശ്യം കൂടെ ഇതിനെ നമ്മൾ മടക്കുന്നുണ്ട്. അപ്പോൾ മറ്റേ നമ്മൾ 4 പ്രാവശ്യം മടക്കിയെങ്കിൽ ഇത് 5ാമതൊരു പ്രാവശ്യം കൂടെ മടക്കുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഡിസൈൻ കുറേ കൂടെ ക്രൗഡായിരിക്കും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഒരു തവണ കൂടെ മടക്കണമെങ്കിൽ മടക്കാം. അപ്പോൾ പിന്നെയും വളരെ ക്രൗഡായിട്ട് ഇപ്പോൾ കണ്ടോ, ഇത് കൂടുതൽ മടക്കലുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ എത്ര പ്രാവശ്യം മടക്കുന്നു എന്നതിനനുസരിച്ചായിരിക്കും ഡിസൈനിൻ്റെ ക്രൗഡിങ് സ്വഭാവം വരുന്നത്. അതായത് ചെറുതായിട്ട്
ഡിസൈൻസ് ഒത്തിരി വരുമ്പോഴത്തേക്ക് കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാകും. വലുതായിട്ടുള്ള ഡിസൈനിൽ നമുക്ക് ഇച്ചിരി ഭംഗി കുറവായിരിക്കും, പക്ഷേ അത് കട്ട് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം പേപ്പർ അത്രമാത്രം കട്ടി കൂടുന്നു, അതനുസരിച്ച് കട്ട് ചെയ്യാനും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതും നമ്മളൊരു ഡിസൈൻ വേറൊരു രൂപത്തിലുള്ളൊരു ഡിസൈൻ നമ്മൾ ഇതിനകത്ത് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരെണ്ണം മാർക്ക് ചെയ്തു, ഇത് അതിനേക്കാളും വ്യത്യസ്തമായിട്ട് വേറൊരു രൂപത്തിൽ നമ്മൾ, എന്നാൽ സിമിലർ സ്വഭാവം തന്നെയാണ് ഈ ഒരു ഡിസൈനും വരുന്നത്. ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഇതിനകത്ത് അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടുള്ളൂ. കാര്യമായ മാറ്റങ്ങളൊന്നും ഇതിനകത്ത് ഞാൻ വരുത്തിയിട്ടില്ല. അപ്പോൾ ഇത് മൊത്തം നമ്മൾ ആദ്യം ഇങ്ങനെ സ്കെച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ആ ഓറഞ്ച് പേപ്പർ എങ്ങനെ കട്ട് ചെയ്തോ അതേപോലെ തന്നെ നമുക്കിതും കട്ട് ചെയ്ത് ആവശ്യമുള്ള സ്ഥലം നമുക്ക് ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കും. അതിനുശേഷം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ ഡിസൈൻ്റെ ആ ഭംഗി നമുക്ക് അന്നേരം ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കൈ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇതുപോലെ കത്രിക പിടിച്ച് കട്ട് ചെയ്യാനായിട്ട്. കാരണം കത്രികയും എൻ്റെ കയ്യിലിരിക്കുന്നത് ഇപ്പോൾ ഒരു ചെറിയ കത്രികയാണ്. കുറച്ചും കൂടെ വലിയ കത്രികയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കത് കട്ട് ചെയ്യാൻ സാധിക്കും. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ ശകലം ബുദ്ധിമുട്ടിട്ടാണെങ്കിൽ കൂടി ഞാൻ ആ ഡിസൈൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പം എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. കാരണം ഇപ്പോൾ ഒന്നോ രണ്ടോ ഡിസൈൻ ഞാൻ കട്ട് ചെയ്ത് കണ്ടു, മതി എന്ന് കരുതി പോവുകയല്ല വേണ്ടത്. ഈ ഡിസൈൻ മൊത്തത്തിൽ കണ്ട് മനസ്സിലാക്കി. കാരണം ഞാനിപ്പോൾ ഇതിനകത്ത് സ്കെച്ച് ചെയ്ത സമയത്ത് സ്കെച്ച് വ്യക്തമായി നിങ്ങൾക്കൊരു പക്ഷേ കാണാൻ സാധിച്ചെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ആദ്യമേ വീഡിയോ എടുത്തതിനകത്ത് ചെറിയ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം വീഡിയോ എടുത്തപ്പം പേന കൊണ്ട് നമ്മൾ വരച്ചത് കറക്റ്റായിട്ട് സൂം ചെയ്ത് വീഡിയോ എടുക്കാൻ വിട്ടു. കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ക്യാമറമാൻ പയ്യനുണ്ട്, അവന് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ലാത്തതുകൊണ്ട് അവനത് ആ രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റിയില്ല, കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഞാനൊരു വീഡിയോ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തി ഒരു ഇതും കൂടെ ചെയ്ത് ഇതിനകത്ത് ചേർത്തിട്ട് ഇടത്തുള്ളൂ. അതുകൊണ്ട് വീഡിയോ മൊത്തത്തിൽ കണ്ടാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടും വീഡിയോ കാണാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് പെയിൻറ്റർമാർ. കാരണം പെയിൻറ്റർമാർക്ക് ഇത് വളരെയേറെ ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം അവർ പല സമയത്തും പല ആർട്ടിസ്റ്റുകളെയും സമീപിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇതുപോലുള്ള ഡിസൈൻ ഇപ്പം ഒരു വീട് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ബെഡ്റൂമുകളിലും ഓരോ വാളിൽ ഓരോ ഡിസൈൻസ് വീട്ടുകാർ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവിടേക്ക് ചെയ്യാൻ പറ്റിയ കുറേ ഡിസൈൻസാണ് നമ്മൾ ഇതിലൂടെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്ത് ഡിസൈൻ എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നമ്മൾ ഓർക്കും ഇതെങ്ങനെയാണ് നമ്മൾ വാളിലേക്ക് ചെയ്യുക എന്നത്. അത് നമ്മുടെ വീഡിയോ ഇങ്ങനെ മുഴുവൻ കണ്ടുപോകുമ്പോൾ അവസാനം നമുക്കത് മനസ്സിലാവും ഇതെങ്ങനെയാണ് വാളിലേക്ക് എത്തുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്ത ഓറഞ്ച് പേപ്പറിലെ ഡിസൈന് ആയിട്ട് ഏകദേശം സിമിലർ സ്വഭാവം ആണെങ്കിൽ കൂടിയും കുറേ കൂടെ ക്രൗഡി ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. അതിൽ നിന്നും ചെറുതായിട്ട് വ്യത്യാസവും ഉണ്ട്. അപ്പം നമുക്ക് ഇനി മറ്റൊരു രൂപത്തിൽ നമ്മളിപ്പം രണ്ടെണ്ണം വെട്ടിയത് നമ്മൾ കത്രി ഉപയോഗിച്ചാണെങ്കിൽ നമുക്കിനിയിപ്പം കട്ടർ ഉപയോഗിച്ച് ഒരെണ്ണം വെട്ടി നോക്കാം. അപ്പം ഇതും വളരെ വ്യത്യസ്തമായിട്ട് ആണ് ഉള്ളൊരു പാറ്റേണാണ്. എന്തു തന്നെയാണേലും ഇത്തരം ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരേ രീതിയിലാണ് പേപ്പർ മടക്കിയെടുക്കേണ്ടത്. അപ്പോൾ പേപ്പർ മടക്കുന്ന സ്വഭാവത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ആദ്യമേ നമ്മൾ ഒരു പ്രാവശ്യം മടക്കി, പിന്നെ അതിനെ രണ്ടാമത് ക്രോസായിട്ട് മടക്കി, പിന്നെ നമ്മൾ കോണോട് കോണ് മടക്കി, അതിനെ വീണ്ടും കോണോട് കോണ് മടക്കി. അങ്ങനെ നമ്മൾ മടക്കിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ മടക്കുന്ന സമയം അത് കുറേ കൂടെ ശ്രദ്ധയോടെ മടക്കണം എന്ന് മാത്രമല്ല, എല്ലാ തുമ്പുകളും കറക്റ്റായിട്ട് വരണം. കാരണം ഒരെണ്ണം കയറി ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഡിസൈനകത്തും അതിൻ്റെ ഒരു കട്ട് ചെയ്യുന്ന സമയത്തൊരു വേരിയേഷൻ വരും, ഒരേ സിമിലർ സ്വഭാവം വരാതെ വരും. അപ്പം ഇത് നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ കുറച്ച് വരകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടതിന് ശേഷമാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഇത് നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് അല്ല വരയ്ക്കുന്നത്, കാരണം സ്ട്രെയിറ്റ് ലൈൻസാണ് മൊത്തം അതിനകത്ത് വരുന്നത്. ഇത് ഞാൻ വരച്ചതിനകത്ത് നമ്മൾ ഇത് വരച്ച് വെട്ടുമ്പം നല്ല വണ്ണം ഇട്ടാണ് വെട്ടുന്നത്. നമുക്ക് വണ്ണം ഇട്ടും വണ്ണം ഇടാതെയും നമുക്കിതിനകത്ത് കട്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ വേണം എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. നമ്മൾ ഒരു സാധനം നമ്മൾ സ്വന്തമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഐഡിയ കിട്ടും അടുത്തത് എങ്ങനെ ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് കണ്ടിട്ട് നിങ്ങൾ പേപ്പർ എടുത്ത് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓരോ പെയിൻറ്റർമാരും ഇത് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾക്ക് വളരെയേറെ പൈസ ലാഭിക്കാൻ സാധിക്കും. ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പം ഉണ്ടാകുന്ന ചിലവുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
അപ്പോൾ ആ ചിലവുകൾ നിങ്ങളുടെ ഇതിൽ ഒഴിവാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായി ഡിസൈൻ തയ്യാറാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒരു വീട്ടിലത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് അവിടുന്ന് പൈസ വാങ്ങാവുന്നതാണ്. അതുകൊണ്ട് നല്ല ശ്രദ്ധയോടെ കാണുക, അതിനനുസരിച്ച് ചെയ്തത് അതുപോലെ ചെയ്ത് മനസ്സിലാക്കി നിങ്ങൾ വർക്ക് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ വളരെ ഈസിയായി സാധിക്കും. അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇതുപോലത്തുള്ള ഡിസൈൻ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും എന്നാണ് ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വാങ്ങാൻ കിട്ടും. നമുക്ക് സ്റ്റെൻസിലായിട്ട് വാങ്ങാൻ കിട്ടും. നമ്മളത് റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ വാളിലേക്ക് അപ്ലൈ ചെയ്താൽ മതിയാവും. പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ അത് എത്രമാത്രം ലഭിക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല, എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഒരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഡിസൈൻസ് നമ്മൾ തയ്യാറാക്കി തരാമെന്ന് കരുതി ആണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതെല്ലാവർക്കും പെയിൻറ്റർമാർക്ക് ഉപകാരപ്പെടുന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. കാരണം ഡിസൈൻ തയ്യാറാക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ട്. ഇതെങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് ഇവർ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇത് വരച്ചുണ്ടാക്കേണ്ട ഒരു ഡിസൈനല്ല. അല്പം ആൾതാമസം തലയിലുണ്ടായാൽ മാത്രം മതി നമുക്ക് പലതരം ഡിസൈൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളായ പെയിൻറ്റർമാർക്കും നിങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാവുന്നതാണ്. അവരും കണ്ട് പഠിക്കട്ടെ, എല്ലാവരും പഠിക്കട്ടെ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക, മാക്സിമം പെയിൻറ്റർമാരിലേക്ക് എത്തിക്കുക. നിങ്ങൾക്കും വളരാം, നിങ്ങളോടൊപ്പം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വളരാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ആ ഡിസൈൻ നമ്മൾ വെട്ടി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്ക് നിവർത്തി നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പം ഇത് മറ്റേ ആ ഡിസൈനുമായിട്ട് വ്യത്യാസമുണ്ട്, വളരെയേറെ വ്യത്യാസമുണ്ട്. നിങ്ങൾക്കത് ഇപ്പം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അതിൻ്റെ പകുതി ഭാഗം ഇപ്പം നിവർത്തിയിട്ടുണ്ട്. അത് മുഴുവൻ നിവർത്ത് കാണുമ്പോൾ നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകും. ഏകദേശം നമ്മളൊരു 8 കാലി വലയുടെ ഒരു സ്വഭാവമാണ്. ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്ത സമയത്ത് വണ്ണം ഇച്ചിരി കൂടുതലിട്ടാണ് ചെയ്തത്. കുറച്ചുകൂടെ വണ്ണം കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫീല് വ്യത്യാസം വരും. അപ്പം ഞാൻ ആദ്യം ചെയ്ത ഓറഞ്ച് ഡിസൈനകത്ത് ചെറിയൊരു കട്ടിങ് കൂടെ കട്ട് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് വെറുതെ ഒരു കട്ടിങ് കൂടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിവർത്ത് നമുക്ക് നോക്കാം. ഇപ്പം എത്രമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്ത ഡിസൈനും ഇപ്പം നമ്മളതിനകത്ത് ചെറിയൊരു കട്ടിങ് കൂടെ കട്ട് ചെയ്തപ്പോൾ വന്ന വ്യത്യാസം കണ്ടോ? വളരെ രസകരമായി തോന്നില്ലേ? ഇത് തന്നെ നമുക്ക് ഇതിനകത്ത് ഇനിയും കട്ട് ചെയ്യാം. ഒന്നും കൂടെ മടക്കിയാൽ വീണ്ടും നമുക്ക് അതിനകത്ത് കട്ട് ചെയ്യാം. നമുക്ക് എത്ര പ്രാവശ്യം വേണം. ബ്ലൂവിനകത്തും അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഒരു കട്ടിങ് കൂടെ കട്ട് ചെയ്യാനുള്ള സ്പേസ് അവിടെ കിടപ്പുണ്ട്. എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. നമ്മളിപ്പോൾ ആദ്യമേ ഞാനൊരു പേപ്പർ കാണിച്ചിരുന്നല്ലോ കട്ട് ചെയ്ത് മാറ്റി. അതായത് ഒരു ബുക്കിൻ്റെ കവർ പേജാണിത്. കാരണം ഒരു സൈഡ് ലാമിനേറ്റഡ് ആണ്. ആ പേപ്പറാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഈ സ്ഥാനത്ത് നമുക്ക് മറ്റൊരു സാധനം ഉപയോഗിക്കാം. നമ്മൾ എക്സ്റേ ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്ന എക്സ്റേ ഷീറ്റിൽ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും കയ്യോ കാലോ പൊടിഞ്ഞ സമയത്ത് എടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവശ്യത്തിനൊക്കെ നമ്മൾ എക്സ്റേ എടുത്ത ഓരോ വീട്ടിലും എന്തായാലും എക്സ്റേകൾ കാണാതിരിക്കില്ല. അപ്പോൾ എക്സ്റേയുടെ ഷീറ്റിലും നമുക്കിതുപോലെ വരച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അതിന് നമ്മൾ ഈ എക്സ്റേ ഷീറ്റിൽ നമുക്കിതുപോലെ പേനായിട്ട് വരയ്ക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്ലാസ് മാർക്ക് പെൻസിൽ എന്ന് പറഞ്ഞൊരു പെൻസിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് പല കളർ കിട്ടും. നമുക്കതിനകത്ത് വെള്ള പെൻസിൽ വാങ്ങുക, അല്ലെങ്കിൽ മഞ്ഞ പെൻസിൽ വാങ്ങിയ ശേഷം നമുക്ക് ഞാൻ ആദ്യം വെട്ടിയ ഓറഞ്ച് ഷീറ്റാണ് നമ്മൾ ഇതിലേക്ക് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഷീറ്റ് നമ്മൾ ഇതേപോലെ വെച്ചിട്ട്, ഞാനിപ്പം പേപ്പറിലായതുകൊണ്ടാണ് പേന കൊണ്ട് വരയ്ക്കുന്നത്. മറ്റ് ഗ്ലാസ് പേപ്പറുകളോ പ്ലാസ്റ്റിക് ഷീറ്റുകളിലൊക്കെ നമുക്കിത് കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ എക്സ്റേ ഷീറ്റിലൊക്കെ നമുക്കിത് വരച്ച് വെട്ടാൻ സാധിക്കും. അപ്പം നമ്മൾ ആ പേപ്പർ വെച്ച് ഇതിൽ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഓരോ ഡിസൈനും സെൻറ്ററിൽ നിൽക്കുന്ന ഡിസൈനും നമ്മൾ ഓരോ വരമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാലം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു പാലം ഇട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളിതെല്ലാം വെട്ടി വരുമ്പോഴത്തേക്ക് സെൻറ്ററിലെ ഡിസൈൻ നമുക്ക് അവിടെ സെൻറ്ററിൽ നിൽക്കത്തില്ല. അതിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ 4 വശത്തും ഓരോ പാലങ്ങളൂടെ ഇട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം ഇത് ഒരു കാരണവശാലും അത് തന്നെയല്ല, ബലം കുറയാൻ പാടില്ല. കാരണം നമ്മൾ ഈ ചെയ്യുന്ന സാധനത്തിന്
നമുക്കൊരു ബലം ഉണ്ടായിരിക്കണം. 2-3 പ്രാവശ്യം കളർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് അങ്ങ് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. സമയത്ത് എക്സ്റേ ഷീറ്റ് പോലുള്ള കാര്യത്തിലാണെങ്കിൽ നമുക്കങ്ങനെ തളർന്നു പോവില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് വാളിലേക്ക് ഇതുപോലൊരു ബുക്കിൻ്റെ കവർ പേജാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, വാളിൽ അപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആ പ്ലാസ്റ്റിക് ഷീറ്റ് പുറത്ത് വരുന്ന വിധത്തിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മൾ, അതായത് ലാമിനേറ്റഡ് ചെയ്ത ഭാഗം വേണം പുറത്ത് വെച്ചുകൊണ്ട് വേണം നമ്മളിത് വാളിലേക്ക് അപ്ലൈ ചെയ്യാൻ. കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ കളറ് ഈ പേപ്പറിലേക്ക് പിടിച്ചിട്ട് പേപ്പർ കുതിർന്ന് വളരെ പെട്ടെന്നത് മോശമായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് ആയിട്ടുള്ള ഭാഗം പുറത്ത് വരത്തക്ക വിധത്തിൽ വേണം വാളിലേക്ക് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഓരോ മാസ്കിൻ ടേപ്പ് 4 സൈഡിൽ ഒട്ടിക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ട് പിടിക്കുകയോ ചെയ്താലും മതിയാവും. ഒട്ടിച്ച ശേഷമാണെങ്കിൽ നമ്മുടെ ഈ സ്പോഞ്ച് കൊണ്ട് ഉള്ള റോളറുകളില്ലേ, ചെറിയ റോളറുകൾ, അങ്ങനെയുള്ള റോളറുകളുണ്ടെങ്കിൽ കളർ അതിനകത്ത് മുക്കിയ ശേഷം ആ റോളർ ഇതിൻ്റെ പുറത്ത് കൂടി ഉരുട്ടിയാൽ മതിയാവും. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്പോഞ്ചിൻ്റെ കഷ്ണം എടുത്ത ശേഷം പെയിൻറ്റിൽ മുക്കി അതിന് ശേഷം മറ്റൊരു എന്തെങ്കിലും ഒരു ഷീറ്റിലോ പേപ്പറിലോ നമ്മളൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് അതിൻ്റെ ആ പെയിൻറ്റിൻ്റെ അളവ് സ്പോഞ്ചിൽ നിന്ന് കുറച്ച ശേഷം ഈ വാളിലേക്ക് പഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ കൊടുത്താലും നമുക്ക് ഈ കളറ്, ഈ ഡിസൈൻ നമുക്ക് വാളിലേക്ക് എത്തുന്നതാണ്. അങ്ങനെ നമുക്ക് വളരെ ഈസിയായിട്ട് ഒരു ഡിസൈൻ നമുക്ക് വാളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഈ ഒരു രീതി പെയിൻറ്റർമാർക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പലതരം ഉപയോഗങ്ങൾ ഉള്ള പലതരം ഡിസൈനുകൾ നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ചെയ്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാം. നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് എനിക്ക് ആവശ്യം. നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ അങ്ങനെയുള്ള വീഡിയോകളും ഞാൻ മുന്നോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. എങ്ങനെയും എനിക്കറിയാവുന്ന തൊഴിലുകൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക, മറ്റുള്ള അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം കാണാൻ ശ്രമിക്കുക. ഇത് സ്വന്തം ജീവിതത്തിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുക. നിങ്ങൾ ഓരോ പെയിൻറ്റർമാർക്കും നിങ്ങളുടെ വർക്കിന് ഇത് ഉപകാരപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുക. വെറുതെ നിങ്ങളൊന്ന് വീട്ടിലിരിക്കുന്ന ഒഴിവുള്ള ദിവസങ്ങളിൽ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് സ്വന്തം വീട്ടിലെ വാളിൽ ഏതെങ്കിലുമൊക്കെ വാളിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കുക. ഇത് കൊള്ളാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന നിങ്ങളുടെ ക്ലയൻറ്റുകൾക്ക് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ സിമ്പിളായി ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതല്ലാതെ തന്നെ പല ഡിസൈൻസും നമ്മൾ കൈകൊണ്ട് എങ്ങനെ വെട്ടാമെന്ന്, കൈകൊണ്ട് എങ്ങനെ വരയ്ക്കാമെന്ന്, അതിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോകളിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഏതായാലും വീഡിയോ ഇനി അധികം സമയമില്ല, ഒരു 2 മിനിറ്റ് കൊണ്ട് വീഡിയോ അവസാനിക്കും. അപ്പം ആ 2 മിനിറ്റ് കൂടെ നിങ്ങളിരുന്ന് മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റാണ് നമുക്ക് മുന്നോട്ടുള്ള പ്രചോദനം. അപ്പോൾ കമൻറ്റ് തീർച്ചയായും നൽകാൻ ശ്രമിക്കുക. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിന് അനുസരിച്ച് എനിക്ക് വീണ്ടും പുതിയ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളത്, പെയിൻറ്റർമാർക്ക് എന്താണോ ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണോ അറിയേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾക്കിവിടെ ചോദിക്കാം. അത് അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. കാരണം നമ്മുടെ നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ വെറൈറ്റി വർക്കുകളും ഡിസൈനുകളും നമ്മളിവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും, നിങ്ങൾക്ക് ആവശ്യമുള്ള എന്ത് വീഡിയോയും എന്ത് കാര്യങ്ങളും ഗൾഫിലെ പെയിൻറ്റിങ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. കാരണം ഇവിടുത്തെ ഒരു പെയിൻറ്റിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്പനിയുടെ സൂപ്പർവൈസിങ്ങാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല രീതികളും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ എനിക്ക് യാതൊരുവിധ മടിയുമില്ല. അതുകൊണ്ട് പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്നോട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം നമ്മൾ ഈ ഡിസൈൻ ഇപ്പോൾ സ്റ്റെൻസിലിംഗ് മാത്രമല്ല, ഈ സ്റ്റെൻസിലിങ്ങിന് ശേഷം നമുക്ക് ഇതിനകത്ത് ലൈനിങ് വരുന്ന സംഭവങ്ങളുണ്ട്. സ്റ്റെൻസിൽ ലൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ പെയിൻറ്റിങ്സ് വാളിൽ നമ്മൾ ചെയ്യുന്ന വേറെ ഈ ലേഡി ഗ്ലേസ് പോലുള്ള സാധനങ്ങൾ കൊണ്ടുള്ള വർക്കുകളുണ്ട്. അതുപോലെ വുഡ് എഫക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതുപോലെ തന്നെ മാർബിളിൻ്റെ എഫക്റ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അങ്ങനെ പലതരം വർക്കുകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഓരോന്നും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്
കമൻറ്റായി രേഖപ്പെടുത്താം. നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിനനുസരിച്ചായിരിക്കും മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നത്. കാരണം നമുക്ക് ഏത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ പലപ്പോഴും ലഭിക്കുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻറ്റിലൂടെ ആയിരിക്കും. കാരണം നമ്മൾ പല തൊഴിലുകൾ പല വർക്കുകൾ അറിയാവുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഏത് ചെയ്യണം നമ്മൾ പലപ്പോഴും കൺഫ്യൂഷനായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ആലോചിച്ചിട്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യാറ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ആവശ്യം നമ്മളെ അറിയിക്കുകയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. മാക്സിമം പെയിൻറ്റർമാരിലേക്ക് ഇത് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ സഹപ്രവർത്തകരെയൊക്കെ നിങ്ങളിത് അറിയിക്കുക. നമ്മുടെ ചാനൽ കാട്ടിക്കൊടുക്കുക, അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം അവർക്കൊക്കെ ഇതെല്ലാവർക്കും പഠിക്കാൻ സാധിക്കും. ഇതെല്ലാവരും പഠിക്കട്ടെ. അതനുസരിച്ച് നമ്മൾ സങ്കുചിതമായിട്ട് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. കാരണം ഒരു തൊഴിലാണ്, അത് എപ്പോഴും മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. കാരണം ലോകം ഉള്ളത്രയും കാലം ഈ തൊഴിലുകൾ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾക്ക് വളരെ പരിമിതമായ കാലത്ത് മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പം നമുക്ക് ശേഷവും ഈ വർക്കുകൾ ഇവിടെ ഉണ്ടാവണം. അപ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ അത് നിലനിർത്താൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ സങ്കുചിതമായിട്ട് ചിന്തിക്കാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ സഹപ്രവർത്തകർക്കും നമ്മുടെ ചാനൽ അയച്ചു കൊടുത്ത് ഇതുപോലുള്ള വർക്കുകൾ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം ആദ്യമേ വിട്ടുപോയൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പം നമ്മൾ കട്ട് ചെയ്യുന്ന രീതി വരച്ച് ഏത് ഭാഗം മാറ്റേണ്ടതെന്നുള്ളത് അത് നമുക്കിതിലൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഫോൾഡ് ചെയ്യുന്നത് തന്നെ ഇത് ഫോൾഡ് ചെയ്യുക. ആദ്യം 2ആയിട്ട് മടക്കുക, പിന്നെ 4ആക്കുക, പിന്നെ കോണോട് കോണ് മടക്കുക, അതിനെ വീണ്ടും ഒരിക്കൽ കൂടി മടക്കുക. അങ്ങനെ നമ്മൾ 3 തവണ ആദ്യം പകുതി 2ആക്കുക, പിന്നെ 3ാമത് പ്രാവശ്യം മടക്കുക, പിന്നെ കോണോട് കോണ് മടക്കുക, പിന്നെ ഒന്നും കൂടെ കോണായിട്ട്. അപ്പോൾ 4 പ്രാവശ്യം നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഫോൾഡിങ്ങിൻ്റെ ഇത് തീരുന്നത്. അപ്പോൾ ഈ 4 പ്രാവശ്യം ഫോൾഡ് ചെയ്ത ശേഷം അതിലേക്ക് ഒരു പേന എടുത്തിട്ട് അല്ലെങ്കിൽ പെൻസിലോ പേന എന്തെങ്കിലും എടുത്തിട്ട് ഡിസൈൻ വരയ്ക്കുക. അതിന് നമുക്ക് ഒത്തിരി ആലോചിക്കാനൊന്നുമില്ല, എന്ത് വേണേലും വരയ്ക്കാം. എന്ത് വരച്ചാലും അതൊരു ഡിസൈൻ രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെയാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമില്ല, നമുക്ക് തന്നെ ചെയ്യാൻ, ഏതൊരു പെയിൻറ്റർക്കും ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം ഇതാണ്. നമുക്ക് സിമ്പിളായിട്ട് പേന പോകുന്ന വഴി നമുക്ക് വിടാം, അല്ല പെൻസിൽ പോകുന്ന വഴിക്ക് നമുക്ക് വിടാം. എന്ത് തന്നെ വരച്ച് വിട്ടാലും അത് നമുക്ക് ഡിസൈനായിട്ട് കിട്ടും. പക്ഷേ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ മൂല മടക്കുമ്പം മൂല പേപ്പറിൻ്റെ സെൻറ്റർ ഭാഗം കണക്കാക്കി മടക്കണം. മടക്കുന്നത് തിരിഞ്ഞു പോയാൽ നമ്മൾ ഡിസൈൻ മുഴുവൻ കട്ടായിപ്പോകും. അതാണ് പണ്ടൊരു കുട്ടി ഇത് പണ്ടല്ല, കുറച്ച് നാളെ മുമ്പ് ഒരു കുട്ടി ഇതുപോലൊരു ഡിസൈൻ ചെയ്തിട്ട് ചിലരുടെ ശരിയാകും ചിലരുടെ ശരിയാവില്ല എന്ന് പറഞ്ഞില്ലേ. അന്ന് കണക്ക് നിങ്ങളുടെ ശരിയാകാതെ വരും. അതുകൊണ്ട് പേപ്പറിൻ്റെ സെൻറ്റർ എപ്പോഴും ഓർമ്മ വേണം. തിരിഞ്ഞു മടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശരിയാകാതെ വരും. അതുമാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, വേറെ ഒന്നുമില്ല. ഇത് കഴിഞ്ഞ് ഞാനിപ്പോൾ ആ പേന കൊണ്ട് ഷെയ്ഡ് ചെയ്ത ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാനുള്ളതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാനത് മാർക്ക് ചെയ്യാൻ വിട്ടുപോയിരുന്നത്. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഒരു ഷെയ്ഡിങ് പോലെ കട്ട് ചെയ്തത്. അത് നമ്മളവിടെ കട്ട് ചെയ്യേണ്ട ഭാഗം ഒന്ന് മാർക്ക് ചെയ്തു ബോധ്യപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. എന്തായാലും അത് എല്ലാവർക്കും മനസ്സിലാവുന്നു കരുതുന്നു. അപ്പം നമുക്ക് ഇത് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ ഡിസൈൻ ഏത് രൂപത്തിലാണ് വരുന്നതെന്ന്. വളരെ സിമ്പിളായിട്ട് ഞാൻ ഒന്നും ആലോചിക്കാതെ വെറുതെ ഇത് വരച്ചതാണ്. ഇപ്പം ആലോചിക്കാതെ വരച്ച സാധനമാണിത്. ആലോചിച്ച് വരച്ചാൽ വേറൊന്നും ആകുമായിരിക്കും. നമുക്ക് കണക്ക് കൂട്ടിയും വരയ്ക്കാം, കണക്ക് കൂട്ടാതെ വരയ്ക്കാം, എന്ത് വേണം നമുക്ക്. അതായത് നമുക്ക് പ്ലാൻ ചെയ്ത് വരയ്ക്കാം. അതായത് സെൻറ്ററിൽ സ്റ്റാർ വരണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പ്ലാൻ ചെയ്ത് തന്നെ വരയ്ക്കാം. അപ്പം അല്ല സ്റ്റാർ രൂപത്തിൽ പൊതുവേ വരണമെങ്കിൽ തന്നെ നമുക്കത് പ്ലാൻ ചെയ്ത് വരയ്ക്കാം. ഇതിനകത്ത് ഞാനൊന്നും പ്ലാൻ ചെയ്തില്ല, വെറുതെ ഒരു ഡിസൈൻ വരച്ചു, അതങ്ങ് കട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള വർക്കുകളൊക്കെ ആർക്കും ചെയ്യാവുന്ന സിമ്പിളായ കാര്യമാണെന്നുള്ളത് ഇപ്പം ഈ വീഡിയോയിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഇതുപോലെ ഇതിനേക്കാൾ കുറേ കൂടെ മെച്ചപ്പെട്ടതും കുറേ കൂടെ നല്ലതും പുതിയ ഐഡിയാസും ഒക്കെ നമുക്ക് നമ്മുടെ ചാനലിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ പ്രയാണത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. ഞാനത് വീണ്ടും പറയുന്നത്. നിങ്ങളുടെ ശരിക്കും സപ്പോർട്ട് വളരെ കുറവാണ് എനിക്ക് ലഭിക്കുന്നത്. കാരണം അധികം ആരും നമ്മുടെ ചാനലുകൾ കാണുന്നില്ല. ഒരുപക്ഷെ സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ടാവാം.
എന്തായാലും മാക്സിമം നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഒരു ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാകും. നമുക്കൊരു വർക്ക് ചെയ്യാനായിട്ട് അതിന് പ്രേക്ഷകരുണ്ടാകുമ്പോഴല്ലേ നമുക്കത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഡിസൈൻ ഇപ്പോൾ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത്. ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നതാണ് നമുക്കിപ്പോൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ ഒരു വെള്ള പേപ്പറിലേക്ക് ഞാൻ ആ സ്റ്റെൻസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കളറ് ഇങ്ങനെ ഒരു സ്പോഞ്ചിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് പഞ്ച് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ സാവധാനം പഞ്ച് ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കളറ് എപ്പോക്സിയുടെ പെയിൻറ്റാണ്. അതുകൊണ്ട് എൻ്റെ വേറെ പെയിൻറ്റ് ഇപ്പം കയ്യിൽ സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് എപ്പോക്സിയുടെ പെയിൻറ്റാണ്. അപ്പോൾ അതിന് പശ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ പേപ്പർ ഇങ്ങനെ മാറി മാറി പോകുന്നത്. അപ്പം നമ്മൾ ഇത് വാളിലേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യുമ്പം നമ്മൾ ബന്ധപ്പെട്ട് വാട്ടർ പെയിൻറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ എമൽഷൻ പെയിൻറ്റുകളാണ് നമ്മൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ എമൽഷൻ പെയിൻറ്റുകളാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒട്ടത്തില്ല. അപ്പോൾ ഇത് ഒട്ടുന്നത് കൊണ്ടാണ് ഈ പേപ്പർ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പോകുന്നത്. അത് ഇപ്പം ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. അപ്പം അതിങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ പറ്റുന്ന രീതിയിൽ അതിങ്ങനെ പ്രസ് ചെയ്ത് പഞ്ച് ചെയ്ത് നമ്മൾ ഒപ്പി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ എല്ലാ സ്ഥലത്തും അത് കൃത്യമായിട്ട് വരും. അങ്ങനെ അത് നമ്മളെല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് വന്ന ശേഷം നമ്മൾ നമ്മൾ ഈ സ്റ്റെൻസിൽ മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്ത് നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് വീണ്ടും അടുത്തടുത്ത് നമുക്കിത് സെറ്റ് ചെയ്ത് വാൾ മൊത്തം നമുക്ക് എന്തുമാത്രം വെക്കണം, എത്രമാത്രം ദൂരത്തിൽ വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതനുസരിച്ച് നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം അത് പഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ ഭാഗത്തും ആ സെൻറ്ററിലെ ഡിസൈൻ കട്ടാകാതിരിക്കാണ്ട് ഒരു ബ്രിഡ്ജ് പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മളിപ്പം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ടച്ച് ചെയ്യുകയാണ്. അപ്പോൾ ആ ടച്ചിങ് കൂടെ കഴിയുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ കറക്റ്റ് രൂപം നമുക്ക് കിട്ടുന്നത്. ആദ്യമേ നമ്മളൊരു ഓറഞ്ച് ഡിസൈനിലെ പേപ്പറിലെ ഡിസൈനിലാണ് നമ്മൾ കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അന്നേരം നമ്മൾ ആ ഓറഞ്ച് ഡിസൈനിൽ നമ്മൾ എന്താണോ കട്ട് ചെയ്ത് നമുക്ക് കിട്ടിയ റിസൾട്ട് അത് തന്നെയായിരിക്കും ഇവിടെ നമുക്കിപ്പോൾ ഇത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അത് തന്നെയായിരിക്കും. ഡിസൈനിൻ്റെ പാറ്റേൺ അത് തന്നെയായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്റ്റെൻസിലിങ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല, ഒരു ആർട്ടിസ്റ്റിൻ്റെ ആവശ്യമില്ല. ഒരു ചെറിയ ടച്ച് ചെയ്യാനുള്ളൊരു ബ്രഷും ഇതുപോലെ നമുക്ക് ഇത് കട്ട് ചെയ്യാനുള്ളൊരു കട്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, ഒരു കട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ചെറിയ കത്തി പോലത്തെ സാധനം അതൊക്കെ ഇപ്പം നമ്മുടെ സ്റ്റേഷനറി കടകളിൽ വാങ്ങാൻ കിട്ടും. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പം അങ്ങനെയുള്ള 1-2 ചെറിയ ഐറ്റംസ് നമ്മുടെ കയ്യിൽ മതി. അപ്പം നമുക്ക് ഇത് നമ്മൾ എക്സ്റേ ഷീറ്റിലാണ് വെട്ടുന്നതെങ്കിൽ ഏറ്റവും നന്നായിരിക്കും. കാരണം അതിന് നല്ല ലാസ്റ്റിംഗ് ഉണ്ടാക്കും. നമുക്ക് ഒരു സൈറ്റിൽ ഉപയോഗിക്കാം, അത് മറ്റു സൈറ്റുകളിൽ ഉപയോഗിക്കാം. കാരണം നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഒന്ന് തൂത്ത് തുടച്ച് നമ്മൾ വെച്ചാൽ മതിയാവും. നമുക്കത് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്കിത് ഇങ്ങനെ പലതരം ഡിസൈൻസ് നമ്മൾക്ക് കട്ട് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പെയിൻറ്റർമാർക്ക് അത് പല രീതിയിലും പല സൈറ്റുകളിലും ഒരേ വീടുകളിൽ തന്നെ പല റൂമുകളിൽ പല ഡിസൈൻസൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാ പെയിൻറ്റർമാരും ഇതിനെക്കുറിച്ച് അറിയാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അറിയുന്നവരോട് ഞാനിത് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരെയും നമ്മൾ ഒരേ തട്ടിൽ കാണേണ്ട കാര്യമില്ല. ചിലർ നന്നായിട്ട് അറിയാവുന്നവരായിരിക്കാം, ചിലർക്ക് ഇതേക്കുറിച്ച് അറിവ് കുറവുള്ളവരായിരിക്കാം. അപ്പോൾ 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ ഇത് കാണുക, ഇത് മനസ്സിലാക്കുക, ഇതനുസരിച്ച് ചെയ്യുക. അറിയാവുന്നവർ അവരുടേതായ രീതിയിൽ ചെയ്യട്ടെ. അപ്പോൾ സ്റ്റെൻസിലിങ് ഉണ്ടാക്കുന്ന രീതി ഇപ്പം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ അതെങ്ങനെ വാളിലേക്ക് പഞ്ച് ചെയ്യാമെന്നുള്ളതും ഞാനിപ്പോൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് ഞാൻ സ്പോഞ്ച് ഉപയോഗിച്ച് പഞ്ച് ചെയ്യുന്ന രീതിയാണ് കാണിച്ചത്. ഇപ്പോൾ നമുക്കിപ്പോൾ സ്പോഞ്ച് നമുക്കില്ല എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് ഈ പാത്രം കഴുകാനൊക്കെ ഉപയോഗിക്കുന്ന സ്ക്രബ്ബർ ഒരെണ്ണം വാങ്ങിയാലും നമ്മുടെ ഈ അത്യാവശ്യ കാര്യം സാധിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇനി സ്പോഞ്ച് തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മളൊരു സൈറ്റിൽ ചെന്നു വർക്ക് വന്ന് അർജൻറ്റ് നമുക്ക്, അപ്പോൾ സ്പോഞ്ചില്ല. അപ്പോൾ സ്പോഞ്ച് തേടി നമ്മളൊരു കടയിൽ പോകേണ്ട ആവശ്യമില്ല. അടുത്ത് ഉള്ള ഒരു ചെറിയ പെട്ടിക്കട ചെന്നാൽ പോലും നമുക്കൊരു സ്ക്രബ്ബർ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഒരു സ്ക്രബ്ബർ മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് അതിൻ്റെ ആ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഇത് പഞ്ച് ചെയ്യാൻ സാധിക്കും. ഇതല്ലെങ്കിൽ നമുക്ക് ഈ റോളർ ഉണ്ടാവുമല്ലോ, ചെറിയ റോളർ, സ്പോഞ്ച് രൂപത്തിലുള്ള ചെറിയ റോളറുകൾ അവൈലബിളായിട്ടുണ്ട്. അപ്പോൾ റോളറിൽ കളർ എടുത്തിട്ട് നമുക്കിങ്ങനെ റോളർ ഉപയോഗിച്ച് ഇതിൻ്റെ പുറത്ത് റോൾ ചെയ്താൽ മതിയാവും.
അപ്പോൾ അങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഒരു സിംഗിൾ കളറാണ് ചെയ്തത്. ഇപ്പം 2 സ്പോഞ്ചിൽ 2 കളർ എടുത്ത് സെൻറ്റർ ഭാഗത്തുനിന്ന് ഒരു കളർ കുത്തുക, അതിന് ശേഷം സൈഡുകളിലെല്ലാം മറ്റൊരു കളർ കുത്തുക. അങ്ങനെ ആ 2 കളറിൻ്റെ ബ്ലെൻഡിങ്ങും നമുക്ക് ഇതിൽ ചെയ്തെടുക്കാം. നമുക്ക് പല രീതിയിൽ നമുക്കിതിനകത്ത് വർക്ക് ചെയ്തെടുക്കാം. ഇതൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ ഒരു ഐഡിയ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കുന്നു. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.